സുന്ദര സംഗീത വേദിയിൽ കുഞ്ഞുനാദങ്ങൾക്ക് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, മധു അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. മാപ്പിളപ്പാട്ടിന്റെ ശീലമായി കൊല്ലത്ത് നിന്നും മിടുക്കി പാട്ടുകാരി എത്തുന്നു. വെൽക്കം നിവേദ്യ കുട്ടി ഓൺ സ്റ്റേജ്. നമസ്കാരം സർ, സുഖമാണോ സർ? സുഖം. പുതിയ പ്രോജക്റ്റ് ഇതെന്താ ഇങ്ങനൊരു ചിരി? അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് മോൾ ഈ വേഷത്തിൽ? ഇന്ന് ഞാൻ MG സാർ പാടിയ അല്ലാഹുവിന്റെ ദൂതരായ എന്ന പാട്ട്. ആൽബം സോങ് അല്ലേ ഇത്? ഏത് ആൽബമാണ്? സുബർക്കത്തെ ഹൂറി. നല്ല പാട്ടാ മോളെ. ഞാൻ പാടിയ കുറേ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, ഒത്തിരി പാടിയിട്ടുണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ്. ഒറിജിനൽ സ്കെയിലാണോ? അല്ലല്ല, കുറച്ചോ? കുറച്ച്. തുടങ്ങാം നമുക്ക്. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. ഉമ്മത്തികൾക്ക് ഷാഫിയാകും
മഖാമില് യാ നബി അസ്സലാം യാ റസൂൽ അസ്സലാം മദയേറും മിന്നിലാവേ മഹത്വം നിറഞ്ഞ പൂവേ മശക്കത്ത് മാറ്റിയോരേ മുഹിവേറ്റം വച്ച ജീവേ യാ ഹബീബ് അസ്സലാം കലിമത്തുരത്ത ഫഹർ കനിവുറ്റ സയ്യിദാർ ഹസനത്തിലൂട്ടിയുള്ള നാഥർ മുത്ത് റസൂല് അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല് ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല് നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല് റസൂലേ ശരഫാനൂറേ ജമാലേ പൊലിവാം കൈറേ യാ സയ്യിദി ഹബീബി യാ ഹാഷിമി നസീബി ഈ ആലമാകെ പോരിഷയായി തീർന്ന റസൂലേ അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല് ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല് നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല് ആഹാ ശാബാഷ്, ശാബാഷ്, ശാബാഷ്. മോളെ സബാഷ്, താങ്ക് യു സർ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു മോള് പിച്ച് കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഏക്കുമോ എന്ന് തോന്നി. പക്ഷെ മോളെ ഏപ്പിച്ച് നന്നായിട്ട് പാടി. ഒരു ആ ഹമ്മിങ് മാത്രം അതിൻ്റെ അകത്ത് ഒരു നോട്ട് ശക്കലം വ്യത്യാസം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നന്നായിരുന്നു. ഏതായാലും എനിക്ക് ഒരു മിസ്റ്റേക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. വളരെ സന്തോഷം. മാത്രമല്ല, ഞാൻ ഈ പാട്ട് പാടാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ പല്ലവി മാത്രം പാടിയിട്ട് നിർത്തും. കാര്യം എന്തെന്നറിയോ, ഈ പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വരി ഒരു രക്ഷയില്ല. കാരണം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് കണ്ടില്ല, ആരാരും പറഞ്ഞ വരി പറഞ്ഞ മോള് ആരാരും ഖൽക്ക് എത്തിടാത്ത ദിക്കിൽ ആ വാനങ്ങൾ എഴുമേറി ഏകരാവില് ആരാരും ഖൽക്ക് എത്തിടാത്ത ദിക്കില് യാ നബി അസ്സലാം യാ റസൂൽ അസ്സലാം ജഗമാകെ ജഗമാകെ മുർസലാര് ജയമേകിയുള്ള വീര് മഹമൂദ് ഖാസിമോര് മബറൂര് തങ്ങളാര്. വെരി ഡിഫിക്കൽട്ട്. കാരണം നമുക്ക് അടുത്ത സ്റ്റാൻസിൽ ഇതുപോലെ തന്നെയാണ്. കാരണം എവിടെങ്കിലും തിരിഞ്ഞു പോയാലോ അത് പേടിച്ചിട്ട് ഞാൻ ഈ മിക്കവാറും പല്ലവി മാത്രം ഒരു 2 പ്രാവശ്യം നല്ല രീതിയിൽ അങ്ങ് പാടും. എന്തായാലും മോള് ഭംഗിയായിട്ട് പാടി, അക്ഷരങ്ങളും എല്ലാം നിറഞ്ഞു നിന്നു. ആ ഹമ്മിങ് മാത്രം ഇത്തിരി ഒരു പ്രശ്നം, സാരമില്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. നിവേദ്യ കുട്ടി, എന്തോ മാഷാ അല്ലാ സുബ്ഹാനല്ലാ, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. തട്ടമിട്ട സുന്ദരി പാടിയത് ശ്രീകുട്ടനങ്കിളാണ്. അപ്പൊ ആധികാരികമായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റിയ ആള് ശ്രീകുട്ടനങ്കിൾ തന്നെയാണ്. അതിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. തോന്നിയെങ്കിൽ പറയണം. ഇല്ല, തോന്നിയിട്ടില്ല. അങ്ങനെ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ഹമ്മിങ്ങിന്റെ പ്രശ്നം അത് ആംഗിൾ സൂചിപ്പിച്ചു. വേറെ ഒന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നം. ഹമ്മിങ് ഒന്ന് പാടിക്കേ കേൾക്കട്ടെ. റസൂലേ അത്രേ ഉള്ളൂ. അത് മോള് അത് തൊണ്ട അടപ്പുണ്ട്, എന്നിട്ട് പോലും അതെ, എന്നിട്ട് ഇത്ര മനോഹരമാക്കി. തോന്നിയത് നല്ല എനർജി ഉണ്ടായിരുന്നു മോൾ പാടിക്കഴിഞ്ഞപ്പോഴും. പിച്ചു കുറച്ചതിന്റെ ഒരു അപാകത തോന്നിയിട്ടില്ല അതിന് മോള് പാടിക്കഴിഞ്ഞപ്പോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നിവേദ്യ കുട്ടി എന്തോ തകർത്തു. താങ്ക് യു ചേച്ചി. MG സാർ തന്നെ പറഞ്ഞല്ലോ, അത് വരികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും പാടാൻ പറഞ്ഞ പല്ലവി മാത്രമേ പാടാറുള്ളൂ എന്ന് പറഞ്ഞല്ലോ. നോക്കി പാടാൻ വരെ എനിക്ക് ആ അതെ. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് എടുത്ത് പഠിച്ച് വളരെ ഭംഗിയായിട്ട് പാടി. അപ്പൊ അത് കയ്യടി കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. താങ്ക് യു ചേച്ചി. എനിക്കും ഒന്നും എഴുതാൻ കിട്ടിയില്ല സത്യം പറഞ്ഞ. നല്ല രസമായിരുന്നു, അസലായിട്ട് പാടി. അതുകൊണ്ട് തന്നെ എഴുതാനൊന്നും പറ്റിയില്ല. അതാണ്, ഒന്നും പറയാനില്ല. ഇതേപോലെ തന്നെ പോവാം കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്. ഇതാണ് സക്സസ്സിലേക്കുള്ള ഒരു പാത. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. So, definitely you deserve 100 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു കോയിസ് പൂക്കുറ്റി. താങ്ക് യു സർ.
ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഓ, പറ. ഫൈസൽ അങ്കിൾ ഒരു ഡാൻസ് കളിക്കണമെന്ന്. ആ നന്നായിരിക്കും, സൂപ്പർ. ഞങ്ങളെല്ലാവരും അയ്യോ അത് മോളെ പ്ലീസ്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. ശരിക്കും ശരിക്കും ഫൈസലാട്ടാ. വയസ്സിൽ ഇങ്ങോട്ട് കേറും, ധൈര്യമായിട്ട് കയറും. ഞാനുണ്ട് കൂടെ. ലിനു ഞാൻ വരാം. കേറി, കേറി. ഓ നമ്മള് ഇറക്കാം, രണ്ടെണ്ണം ഇറക്കാം, ഇരിക്കുന്നത്. ആ കാണിക്ക്, ആ വാ. ആ വയസ്സിലേ നാണക്കേടാവും. 3, 4. ആ. Hey. 3, 4. ആ മീനാക്ഷി മീനാക്ഷി ആ. വേറെ സ്റ്റെപ്പ്. അത് ആള് വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. വാ, MG ഞങ്ങള് കളിക്കും. ഏ? അതും കണ്ടോടാ. അതൊന്നുകൂടി, ഒന്നുകൂടി. ആ, പോ. 1, 2, 3 start. മതിച്ചേട്ടാ സ്കോർ ചെയ്ത് അവസാനം. അയ്യോ അവസാനം സ്കോർ ചെയ്ത്. അയ്യോ MG ഞങ്ങളെ ഫൈസലേട്ടനൊക്കെ പോകുമ്പോ അവളോട് പിച്ച് കുറക്കില്ല അല്ലേന്ന്. കുഞ്ഞിളം പാട്ടുകൂട്ടിലെ ശ്രുതി മധുരം നമ്മുടെ ദ്വിതിക്കുട്ടി എത്തുന്നു. വെൽക്കം ദ്വിതി ഓൺ സ്റ്റേജ്. ആഹാ, ഇതാരാ കറുത്തമ്മയാ? കറുത്തമ്മ കറുത്തമ്മയാണോ? അല്ല, പിന്നെ ആരാ? എനിക്ക് വിചാരിച്ചു ഞാൻ ആരാന്ന്. അതും അറിയില്ലേ? ആരാന്നറിയില്ല? ഇല്ല, ഏത് പാട്ടാ പാടുന്നത്? എല്ലാരും ചൊല്ലുന്നു. ഓ അത് ശരി, അതാണ് ഈ വേഷത്തിൽ വന്നിരിക്കണേ. യെസ്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളിച്ചെല്ലമ്മയില്ലേ അതുപോലെ ഉണ്ട്. അതുപോലെ നിങ്ങൾ പറയുന്നതല്ലാതെ അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അതെ. അത് പേരാ. സംഭവം കലക്കി കേട്ടു. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എല്ലാം ഒരു ഈ ജോണർ ഓഫ് സോങ്സ് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ അതെ അതെ അതെ. പക്ഷെ ദ്യുതിക്കുട്ടിക്ക് നന്നായി ചേരുന്നുണ്ട് ഈ വേഷം. എപ്പോഴും ഈ വേഷം ഇട്ടാ മതി കേട്ടോ. നല്ലതാ. ഇല്ല, എനിക്ക് എപ്പോഴും ഇട്ടോണ്ട് നടക്കാൻ പറ്റും. എന്ത് പറ്റി? എന്താ കുഴപ്പം? നല്ലതല്ലേ? അപ്പൊ എനിക്ക് കുളിക്കൊന്നും വേണ്ടേ? അയ്യോ, കുളിക്കണ്ടെന്ന് ആര് പറഞ്ഞു? ഇത് അഴിച്ചിടാ, വീണ്ടും എടുത്തിടുക കുളിച്ചിട്ട്. ഇങ്ങനത്തെ തന്നെ ഇട്ടാ മതിയെന്ന്. ആ ഇങ്ങനെ തന്നെ ഇടുക. അതിനെന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഡ്രസ് ഉണ്ടായിട്ട് വേണ്ടേ? അത് ഞങ്ങൾ അതൊന്ന് മേടിക്കാലോ. അതെ, ഇവിടുന്ന് തരാം വേണമെങ്കിൽ. ഇവിടുന്ന് ഞങ്ങൾ തരാം. മോളെ ഈ ഡ്രസ് അങ്ങ് ഇട്ടോ, ഇനി ഊരേ വേണ്ട, തീർന്നല്ലോ. ആ നന്നായിട്ട് ചേരുന്നുണ്ട്. എനിക്കൊന്ന് ഇത്രയും നന്നായിട്ട് വേറൊരു ഡ്രസ്സും ചേർന്നിട്ടില്ല. താങ്ക് യു. നല്ലൊരു പാട്ടാ കേട്ടോ സെലക്ഷൻ. അതെ. താങ്ക് യു. ഏത് സിനിമയാ? സിനിമയോ? സിനിമയും പഠിച്ചിട്ടില്ല. വെരി ഗുഡ്. പിന്നെ എന്തിനാ ഇവിടെ വന്നേ? അല്ല സ്കൂളിലേ പഠിച്ചിട്ടില്ല, പിന്നെയാണ് സിനിമ പഠിക്കുന്നത്. സത്യം. ശരിക്കും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. പാട്ട് പഠിച്ചോ? പാട്ട് പഠിച്ചു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിച്ചില്ല? ഇല്ല. അതെന്തുകൊണ്ടാ? അച്ഛനും അമ്മയും പറഞ്ഞു തന്നില്ല. അച്ഛനമ്മയാണോ പറഞ്ഞു തരാറ്? ആ, എനിക്ക് എന്നെ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യാനൊന്നും വയ്യ. കാരണം വയസ്സായില്ലേ വയസ്സായി. വയസ്സായില്ലേ അപ്പൊ പിന്നെ ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്യാനും അടുക്കളയിൽ കയറാനും അറിവ് വെക്കാനും ഇതൊക്കെ. ഗെയിംസ് കളിക്കാറുണ്ടോ ഫോണില്? എന്താ? ഗെയിംസ് കളിക്കാറുണ്ടോ? ചില സമയത്ത് കളിക്കാറൊക്കെ ഉണ്ട്. ആ അപ്പൊ പിന്നെ യൂട്യൂബില് പാട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ അല്ലേ? ഫോണില് ഗെയിംസ് കളിക്കാമെങ്കിൽ പിന്നെ അതൊക്കെ പാട്ടിന്റെ കണ്ടുപിടിച്ചു. ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാം. ഞാൻ ഗെയിംസ് കളിക്കാൻ തുടങ്ങിയ
ഒരു മിനിറ്റത്തേക്ക് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് എന്ന് പറയാൻ പക്ഷേ പറ്റില്ല. മോക്ക് ഒരുപാട് അടി കിട്ടും, അതാണ്. ഈ ഫോൺ ഇങ്ങോട്ട് എടുക്കുന്നതും അടി, പിന്നെയും ഫോൺ അത് കിട്ടത്തില്ല. വഴക്ക് പറയും. വഴക്കും പറയത്തില്ല. ഈ അറക്കപ്പുറത്ത് അടി കിട്ടിയത് പോലെ അതാണ് അടി എന്ന് പറയുന്നത്. ഫോണങ്ങ് മേടിച്ചോണ്ട് പോവും, അത്രേ ഉള്ളൂ. അതിന് മുമ്പ് ഒരു ചെറിയ വിച്ച്, അത്രേ ഉള്ളൂ. ഒരു ചെറുത്. ഓർക്കാപ്പുറത്ത് അടി കിട്ടാറുണ്ട്. അത് പിന്നെ അറക്കപ്പുറത്ത് അടി കിട്ടാറില്ല. ഈ മൊബൈൽ വാങ്ങിക്കുമ്പോ ഒരു ദിവസം അറക്കപ്പുറത്ത് അടി കിട്ടി, അത്രേ ഉള്ളൂ. അത് കണ്ടിന്യൂ ചെയ്തു. അതെന്തിനായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല. പറയാതിരിക്കണ ഞങ്ങളടുത്ത് ആദ്യം വന്നപ്പോ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാന്നു. അത് സത്യവാ, ഇതും സത്യവാ, എല്ലാം സത്യവാ. അവളൊന്ന് പാടിയിട്ട് പൊക്കോട്ടെ. അത് ഞാൻ പാടിക്കൊന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്യാണി നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കാടാണി കരളിലെന്ന്, കൊടും കാടാണ്, കൊടും കാടാണി കരളിലെന്ന്. ഞാനൊന്ന് കേറിയപ്പോൾ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യാ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യാ. എന്തിന് നോക്കണ്, എന്തിന് നോക്കണ്, ചന്ദിര നീ ഞങ്ങളെ, അയ്യോ ചന്ദിര, അയ്യോ ചന്ദിര നീ ഞങ്ങളെ. ഞാനില്ലാമേ പോട്ട്, ഞാനില്ലാമേ പോട്ട്, കല്യാണ ചെക്കനുണ്ടേ, തടി കല്യാണ ചെക്കനുണ്ടേ. രണ്ടൊന്ന് വാങ്ങണം, മുണ്ട് മൂരിക്കണം, പൂത്താലി കെട്ടിയിടണം, പൊന്നിൻ പൂത്താലി, പൊന്നിൻ പൂത്താലി കെട്ടിയിടണം. കളിയല്ല കിളിവാരൻ വെറ്റില തിന്നെന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം, എന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം. എന്നാലും എപ്പോഴും എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്യാണി നെഞ്ചിലെന്ന്. ജ്യോതിക്കുട്ടി, എന്താ? ഞാൻ വലിയൊരു കൈഡി, സൂപ്പർ കൈഡി, അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. നല്ല രസമായിട്ട്. പിന്നെ ആ ഡയലോഗ് എനിക്ക് അത്ര പിടികിട്ടില്ല. എന്താ വരുന്ന ഡയലോഗ്? എന്നാലും അല്ല എപ്പോഴും, അതെങ്ങനെയാ പാട്ടില് പറഞ്ഞ എങ്ങനെയാ? പാട്ട് പാടിപ്പ് എങ്ങനെയാ present പറഞ്ഞെന്ന് പറയും. എന്നാലും എപ്പോഴും. അയ്യോ ഇങ്ങനെയൊന്നും അല്ല. എന്നാലും ഇങ്ങനെയൊന്നും എപ്പോഴും എല്ലാരും അങ്ങനല്ലേ. അവർക്ക് അറിയാം നമ്മളായിട്ട് നമ്മളെ ചുമ്മാ പാട്ട് വട്ടം പാടിയിട്ടൊന്ന് ചുറ്റിക്കുക. പാടിയേ. മ്യൂസിക് ആ വേണ്ടി വരും പാട്ടൊന്ന് അല്ലേ? പാടിയിട്ടേ ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞു. അതെ. കളിയല്ല കിളിവാലൻ വെറ്റില
തിന്നെൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം, എൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം. എന്നാലും എപ്പോഴും അതാണ് കാര്യം. അതാണ്. അങ്ങനെ പറയാനാ പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ടിട്ട് ചാടി എടുത്തു. പിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങള് പിടിക്കും. അല്ല, എന്തെങ്കിലും ഒരു പാട്ട് പാടിക്കേ. അപ്പൊ മോക്ക് ഏത് പാട്ടാ വേണ്ടേ? മോടെ പേര് വെച്ചിട്ട് ദ്വിതി. അങ്കിളിന് ഇഷ്ടമുള്ള പാട്ട്. പുതിയ പാട്ട് വേണോ? പാട്ടൊന്ന് പാടിക്കേ. ആ റീസെന്റ് പാട്ടൊന്ന് പാടിക്കേ. ഇപ്പൊ മോള് പാടിയ പാട്ടേതാ? എല്ലാരും ചൊല്ലണല്ലേ? അതിന്റെ വേറൊരു പാട്ട് അതിന് കുറേ വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അറിയോ? അയ്യോ, ആ പാട്ട് കേക്കണ്ടല്ലേ? മാവിൽ നാട്ടുമാവിൽ നമ്മളൂഞ്ഞാൽ പാട്ടറിഞ്ഞു. എവിടെയോ കേട്ടൊരു പരിചയം. ആ, ഒന്നുകൂടെ പാടാം. രാവിൽ നാട്ടുമാവിൽ. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേക്കാൻ വഴിയുണ്ട്. ഊഞ്ഞാൽ പാട്ടറിഞ്ഞു, പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാമലഞ്ഞു. കേട്ടിട്ടില്ല? നിക്ക്, ഇനി ഞങ്ങള് പാടല്ലേ? ഇനി ഞങ്ങള് പാടില്ലേ? അതെന്താ? വെണ്ടി ചേച്ചിക്ക് പാട്ട് ഓർമ്മയുണ്ടോ? ഈ പാട്ട് ഭയങ്കര ഫേമസ്. എനിക്ക് പാട്ട് ഓർമ്മയില്ല. മോളി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടാ ഇത്. പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാമലിഞ്ഞു, മാവിൽ നാട്ടുമാവിൻ നമ്മളൂഞ്ഞാൽ പാട്ടറിഞ്ഞു. പുതിയൊരു പാട്ട്. തുടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്നു, അന്നും നിന്നെ കൊതിച്ചിരുന്നു, മറന്നുവോ ദ്വിതിക്കുട്ടി, എല്ലാം മറന്നുവോ ദ്വിതിക്കുട്ടി. കൂട്ടിയല്ല, കൂട്ടിയാണോ കുട്ടിയാണോ? എന്തായാലും ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആ, അതാണ്. മറന്നുപോ പൂമകളെന്നുള്ളതിന്റെ അനുബന്ധിച്ച ചരണാണ്. ഒരു ലിറിക്സ് അങ്ങോട്ട് നോക്കി ട്യൂൺ ചെയ്തൊക്കെ പാടി. അതെ, പക്ഷെ സംഭവം ഗംഭീരമായി. മോളിത് പാടിയപ്പോൾ അങ്കിളുടെ മനസ്സ് 1984 നസീർ സാറ്, മോഹൻലാല്, അതുപോലെ ഒത്തിരി ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ചേർന്ന് ദുബായിൽ ഒരു ഷോയ്ക്ക് പോയി. തോംസൺ എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയുടെ ഷോയ്ക്കാണ് പോയത്. അന്ന് KPSC ലളിത ചേച്ചി ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ലളിത ചേച്ചിയുമായിട്ടൊരു മിനിമം ഒരു 30 സ്റ്റേജ് എന്ന് വയ്ക്കാം. ഓർമ്മയിൽ ഒരു 30 സ്റ്റേജ് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ചേച്ചിയുടെ മെയിൻ സോങ് ആയിരുന്നു എല്ലാവരും ചൊല്ലണം. KPSC ലളിത അസാധ്യമായിട്ട് പാടും. അതായത് ഈ പാട്ട് നല്ല രസമായിട്ട്, നല്ല പവർഫുള്ളായിട്ട് പാടും. സിനിമയിലും ലളിത ചേച്ചി പാടിയിട്ടുണ്ട്. പക്ഷേ സ്റ്റേജിൽ നിന്ന് പാടുന്ന ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, കുട്ടാന്ന് എന്നെ വിളിക്കുന്നത്, കുട്ടാ ഒന്ന് പാടാൻ നീ ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഈ 1 2 3 4 പറഞ്ഞ ഒരു ധൈര്യം. അപ്പോൾ ചേച്ചി അന്ന് പേടിച്ച് ഇങ്ങനെ നിന്ന്, നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ പാട്ട് പാടുമ്പോൾ ഞാൻ സൈഡിൽ എവിടെ നിന്ന് ചേച്ചി പാടി 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 ആ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ധൈര്യമായിട്ട് പാടും. പിന്നെ ഒരു 10-12 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പിന്നെ ധൈര്യമായിട്ട് അടിച്ച് പൊളിക്കും. രസമായിരുന്നു ആ കാലങ്ങളൊക്കെ. പെട്ടെന്ന് ആ കാലങ്ങളിലോട്ട് മോള് എന്നെ കൊണ്ടെത്തിച്ചതിന് താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പാടി മോള്. അപ്പൊ ദ്യുതിക്കുട്ടി, അയ്യോ ഞെട്ടിയോ? അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, പാടിയത് ഒത്തിരി ഇഷ്ടമായി. ഈ വേഷം മറക്കണ്ട, അത് എപ്പോഴും ഈ വേഷം തന്നെ മതി, അതാ നല്ലത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ജിതിക്കുട്ടി, എന്തോ സൂപ്പർ പാട്ടായിരുന്നു. എനിക്ക് സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതെന്താ അറിയോ? ആന്റിയുടെ അമ്മ ആര് ചോദിച്ചാലും പാടുന്നൊരു പാട്ടാണ്. നല്ല സൂപ്പറായിട്ട് പാടും ചെയ്യും. അപ്പം ഒരാള് തന്നെ ഒരു 10 പ്രാവശ്യം വന്നിട്ട് ഒരു പാട്ട് പാടും പറഞ്ഞാൽ 10 പ്രാവശ്യം പാടാറുണ്ട്. എപ്പോഴും പാടുന്ന ഒരു പാട്ട്, സൂപ്പറായിട്ട് പാടും ചെയ്യും അമ്മ. അപ്പൊ അമ്മ പാടുന്നത് ഓർമ്മ വന്നു. എനിക്കൊരു കാര്യം പറയാനല്ലോ, ഞാൻ ഇന്ന് ഇവിടെ ഈ പാട്ടിന്റെ അതേ ടൂണില് ഒരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പാടട്ടെ. എല്ലാരും ചൊല്ലണ് ടോപ്പ് സിംഗർ ബെസ്റ്റാണെന്ന്. ഞങ്ങളുടെ ടോപ്പ് സിംഗർ ബെസ്റ്റാണെന്ന്. ടോപ്പ് സിംഗറിൽ ഞങ്ങളുടെ പാട്ടു പഠിപ്പിക്കാൻ ഗ്രൂമേഴ്സുമുണ്ട്.
കേട്ടോ, സൂപ്പർ ഗ്രൂമേഴ്സും ഉണ്ട് കേട്ടോ. ടോപ്പ് സിംഗറിൽ ഞങ്ങളുടെ മീനൂട്ടി ചേച്ചിയുടെ അടിപൊളി തേരോട്ടമാ. ഞങ്ങളുടെ ചേച്ചിയുടെ തേരോട്ടമാ. ടോപ്പ് സിംഗറിൽ ഞങ്ങളുടെ ഫേമസ് ജഡ്ജസ്. ഞങ്ങൾ ഇഷ്ടമല്ല അല്ലേ? ഞങ്ങൾ ഇഷ്ടമല്ല. എന്നാ പാട്. സൈലൻസ്. ടോപ്പ് സിംഗറിൽ ഞങ്ങളുടെ തെറ്റ് തിരുത്താൻ ഗ്രൂമേഴ്സു ടോപ്പ് സിംഗറിൽ ഞങ്ങളുടെ തെറ്റ് തിരുത്താനായി ഫേമസ് ജഡ്ജസ് ഉണ്ട്. ടോപ്പ് സിംഗറിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ടോപ്പായുണ്ട്. ഞങ്ങളുടെ ടോപ്പാൻഡുണ്ട്. എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്? ഭയങ്കര ബുദ്ധിയാണല്ലോ. സത്യം അല്ലേ? തല മുഴുവൻ ഇവിടെ വന്നേ നോക്കട്ടെ. നന്നായിരുന്നു ഇവിടെ, അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ അടുത്ത് കാണാൻ വേണ്ടി വിളിച്ചതാ. അടിപൊളി. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ പൂക്കുറ്റി നിർവഹിച്ചാലോ? പോരെ? ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ദ്വിതി പൂക്കുറ്റി. അടിപൊളിയായിരുന്നു. ആലാപന മധുരത്തിന്റെ സ്നേഹ നൈർമല്യ ഭാവവുമായി പാട്ടുകൂട്ടിൽ നിന്നും മെറിൽ എത്തുന്നു. വെൽക്കം മെറിൽ ഓൺ സ്റ്റേജ്. ഇതൊരു കിളിക്കുഞ്ഞാണോ? ഹലോ. നല്ല കളർ ഡ്രസ്. തലയിൽ എന്താ നോക്കട്ടെ അങ്ങോട്ട്. ഇത് എവിടുന്നാ ഡ്രസ്? എവിടുന്നാ? ഇവിടെ കൻസി ആന്റി എന്ന് പറഞ്ഞ ആന്റി ഉണ്ട്, തയ്ച്ചു തരുവല്ല. നന്നായിട്ടുണ്ട് മോളെ. താങ്ക് യു സർ. നല്ല കളർ സെലക്ഷൻ, ബ്യൂട്ടിഫുൾ. താങ്ക് യു. പാട്ട് എങ്ങനെയാണ്? പാട്ടും കളർഫുൾ. ഏത് പക്ഷിയുടെ പാട്ടാണോ? അതെ. മനുഷ്യേട്ടൻ പറഞ്ഞ കറക്റ്റായി. ഓമന തിങ്കൾ പക്ഷി. ഓ അത് ശരി, ഒരു വെറൈറ്റി പക്ഷിയാണല്ലോ. എന്റെ മാമന്റെ പാട്ട്. അതെ അതെ. അങ്ങനെ വരട്ടെ. സിനിമ രാഗം. സലിൽദ. പിന്നീട് എഴുതിയത് വയലാർ സർ. പാടിയത് സുശീലാമ്മ. പറയണം. വെപ്രാളമൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് കൂളായിട്ട് എന്ന് പാടണം. അതാണ് ഈ ജോണർ ഓഫ് സോങ്സിന് അതാണ് വേണ്ടത്. ടെൻഷനേ പാടില്ല. ഓക്കെ, നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മെറിൽ എന്തോ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. പ്രത്യേകിച്ച് ഈ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം സുശീലാമ്മയുടെ ശബ്ദവും അതിൻ്റെ കമ്പോസിഷനും ഓർക്കസ്ട്രേഷനും അവർ നന്നായിട്ട് വായിച്ചു ടോപ്പ് ബാൻഡ്. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമ്മളെ എവിടെയോ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. നന്നായിരിക്കും, നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. മോള് ശ്രദ്ധിക്കേണ്ട 1, 2, 3 കാര്യങ്ങൾ. ഏത് പാട്ടാണെങ്കിലും അത് ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യണം. തക്കിട്ട തക്ക തെമ്മി തക്കിട്ട തക്ക തെമ്മി. അപ്പോൾ സുശീലാമ്മ പാടിയിരിക്കുന്ന എക്സാക്ട് ടെമ്പോയിലാണ്. അപ്പോൾ ആ സംഗതികളും ആ ടെമ്പോയ്ക്കകത്ത് തന്നെ വരണം, എന്നാ ഫീലും വരണം. മോള് ഫീല് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ നല്ലപോലെ അങ്ങ് വലിക്കും. അതായത് എസ്പെഷ്യലി പിന്നെ ലാസ്റ്റ് പോർഷൻ പെറ്റൊരു പാതിരാമത്തിനൊക്കെ നല്ല കീച്ച് വലിക്കുകയായിരുന്നു. അത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ആ ഒന്നുകൂടെ സുഖം കിട്ടും. ചരണം ഒന്ന് പാടിയാൽ മതി. താലോലം മണിപ്പെയ്ത് മോളിലൂടെ വലിക്കുന്നുണ്ട്. ഇട്ടോ താലോലം പദനിസ താലോലം ലോലം ശ്രുതി വലിക്കരുത്. ഓ മന തിങ്കൾ പക്ഷി നീല താമര തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത്. ഇത് കൊണ്ട് ഇതിനകത്ത് മോള് പാടണം. അപ്പോൾ ആ സംഗതികളൊക്കെ ഇത്തിരി ചേഞ്ചസ് വരുന്നുണ്ട് പാടുമ്പോൾ. ശ്രുതി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ വലിച്ചു കഴിഞ്ഞാൽ പാട്ടിൻ്റെ ആ സുഖം കൂടുതൽ കിട്ടുമെന്ന് ഒരു തോന്നൽ കാണും, പക്ഷെ അത് നഷ്ടപ്പെടുകയാണ്. ആ എക്സാക്റ്റ് ടെമ്പോ, എക്സാക്റ്റ് എന്താണ് മോഡുലേഷൻ, സുശീലാമ്മ പാടിയത് മാത്രം പാടിയാൽ മതി. അതിൻ്റെ മുകളിലൊന്നും ചെയ്യണ്ട. എന്തായാലും ടോട്ടലി നോക്കുമ്പോഴത്തേക്കും നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മെറിൽ എന്തോ നന്നായിരുന്നു. Thank you, നല്ല sir. സെലക്ഷൻ, പാട്ടിന്റെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഇതാരെ സെലക്ട് ചെയ്തേ? ഞാൻ തന്നെ. ഓ അത് ശരി. ഓക്കെ, ഉഗ്രനായിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഇതുപോലത്തെ സെലക്ഷൻ ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അത് ഗൂഗിൾ, പിന്നെ അത് അച്ഛനെ ശരി, സഹായിക്കും. ഗൂഗിളാണല്ലേ? അച്ഛനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ആണോ? ഓക്കെ, എന്തായാലും ഇത് നല്ല സെലക്ഷൻ ആയിട്ടുണ്ട്. പാടിയതും നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ച് വലിഞ്ഞു പോകുന്നു. അതൊന്ന് ശരിയാക്കണം. ചില പാട്ടുകൾക്ക് വളരെ സാഡായിട്ട് ചില പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ വലിച്ചു പാടിക്കഴിഞ്ഞാൽ കുറച്ച് ഭംഗി കൂടും. പക്ഷെ ഈ പാട്ടിന് കറക്റ്റ് ടെമ്പോയിൽ പോയാൽ ഓർക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് മറന്നു പോവാ സ്പീഡിൽ പാടാൻ. അങ്ങനെ മറക്കരുതല്ലോ. ആ ഫ്ലോയിൽ പോകുമ്പോ അങ്ങോട്ട് മറന്നു പോവാ. ആണോ? അത് ഈ പാട്ടിന് ഫ്ലോ വേണമെങ്കിൽ കറക്റ്റ് ടെമ്പോ വേണം. ഓക്കെ, പിന്നെ നീലത്താമര ഫസ്റ്റ് പല്ലവിയിൽ ചെറുതായിട്ട് സ്ലിപ്പ് ആവുണ്ടായിരുന്നു. പിന്നീട് അത് ശരിയായി വന്നു കേട്ടാ. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രോബ്ലം ശരിയാക്കിയാൽ മതി. ഓക്കെ, നല്ല വോയിസ് ആണ് കേട്ടോ. സുശീലാമ്മയുടെ വോയിസ് നല്ല ബോൾഡ് ആയിട്ടുള്ള വോയിസ് ആണ്. മോളുടെ ഒരു ഹസ്കി ടൈപ്പ് ഒരു വോയിസ് ആണ്. മോളുടെ ഒരു സ്റ്റൈലിൽ ഇത് കേട്ടപ്പോൾ വേറൊരു ഭംഗി തോന്നി. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മറിൽക്കുട്ടാ, എന്തോ സൂപ്പർ പാട്ടാണ് എടുത്തിട്ട് വന്നിരിക്കണേ. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ് ഇത്. എന്താ പറയുക, കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ മൈൻഡിലിങ്ങനെ എന്താ പറയാ, തലയിൽ മുഴുവൻ അങ്ങനെ പതിഞ്ഞ ഒരു പാട്ട്. അല്ല, സത്യമാണ്. സുശീലാമ്മയുടെ പാട്ടുകളിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു 10 പാട്ടുകൾ ഇഷ്ടം ഉള്ളത് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു പാട്ടാണിത്. ഈ പാട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞായിരുന്നില്ല അന്ന് എൻ്റെ അടുത്ത്. ഈ പാട്ട് വലിയ ഇതൊന്നുമില്ല. അത് ഞാൻ സാറ് സ്വപ്നം കണ്ടതായിരിക്കും.
മോള് നന്നായിട്ട് പാടിയുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ചേട്ടാ ഇവരെ കൊണ്ട് രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല കുറേ പോർഷൻസ് ഒക്കെ നന്നായി പാടിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്രശ്നം താളങ്ങനെ വലിയണത് അത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് പാടാൻ വേണ്ടിയിട്ട് താളം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡ് ഇങ്ങനെ വലിക്കാൻ ഇങ്ങനെ പറയുകയാണ്. പക്ഷെ അത് പാടില്ലല്ലോ, കോമ്പറ്റീഷൻ അല്ലേ. പിന്നെ ഈ വേറൊരു കാര്യം, എനിക്ക് ഈ സലീൽദായുടെ പാട്ടുകൾ എന്ന് വെച്ചാൽ കുറേ ജമ്പിങ് നോട്ട്സ് ആണ്. അപ്പോൾ ഈ ജമ്പിങ് നോട്ട്സ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, മരൽക്കോട്ടിന് ആ ഒരു നോട്ടിലേക്ക് ഒരു നോട്ടിൽ നിന്ന് അടുത്ത നോട്ടിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ വേറെ എന്തോ ഒരു സ്ലിപ്പോ എന്തോ സംഭവം മനസ്സിലാവണില്ല, എന്തോ പറ്റുന്നുണ്ട്. അപ്പം അത് അങ്ങനത്തെ പാട്ടുകളൊക്കെ കുറച്ചുകൂടെ ഒന്ന് കേട്ട് പാടി 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 പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പറ്റും, ഉറപ്പാണ് മരൽക്കോട്ടിന് പറ്റും. അതുകൊണ്ടാണ് പറയണത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു സലിൽദ പൂക്കുറ്റി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താത്ത. മൊഴികളിലഭിലാഷമുണരും സ്വപ്നങ്ങൾ ഹംസമായി ദൂതു ചൊല്ലും. മൊഴികളിലഭിലാഷമുണരും സ്വപ്നങ്ങൾ ഹംസമായി ദൂതു ചൊല്ലും. ആദ്യ സമാഗമ മധുരാനുഭൂതി അറിയാതെ നാം ഒന്നു ചേരും. അറിയാതെ നാം ഒന്നു ചേരും. ചൈത്രനിലാവിൻ്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗ തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ. പറയാൻ കൊതിച്ചൊരിൻ്റെ വാക്കിൽ നീ നുകരാൻ കൊതിച്ച തേൻ തുളുമ്പയോ. പറയുമറിയ മൊഴികൾ പ്രണയശലഭമായി. ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി ഇതളുകൾ ചിറകുപോൽ വിരിയുവാനോ ഹൃദയമാശകൊള്ളുകയായി. ശലഭമായി ഉയരുവാൻ മലരിനും അമൃതമായി അഭയമായി ജനനീ നീ എങ്ങുമില്ലേ. ജനിയിലും മൃതിയിലും നിഴലായി നീ കൂടിയില്ലേ. മിഴിനീരിൽ മിഴിനീരിൽ തെളിവാനിൽ കനവാ
ഹൃദയമായി ജനനീ നീ എങ്ങുമില്ലേ ജനീലും മൃതിയിലും നിഴലായി നീ കൂടെയില്ലേ കണ്ണാടിക്കടമിഴി മുന്നിൽ വന്നണഞ്ഞതിന് നീയോ മായല്ലേ മായല്ലേ കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി നീ തേനായി നീ പറയില്ലേ എൻ്റെ കാതിൽ പതിയെ നീ ഞാനല്ലേ ഞാനല്ലേ നിന്മാരൻ നറുനീല നീല മിഴിയേ നീള നീള മൊഴിയേ ഒളിയമ്പിനെയരുതേ ഇനി എൻ്റെ സുന്ദരിയേ നീല നീല മിഴിയേ നീല നീല മൊഴിയേ ഒളിയമ്പിനെയരുതേ ഇനി എൻ്റെ ജന്മസഖിയേ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇന്നത്തെ പാട്ടുകളൊക്കെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.